അതില് പ്രധാനമായിട്ടും ഈ ഇലക്ഷന്റെ ക്യാമ്പയിനിൽ വലിയൊരു മാറ്റം വരുത്തുന്നുണ്ട് അവര്. ഇലക്ഷന്റെ ക്യാമ്പയിനിൽ അവര് പൊളിറ്റിക്കൽ ഇഷ്യൂസും വയനാടിന്റെ ഡെവലപ്മെന്റ് ഇഷ്യൂ അങ്ങനെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യം, സെൻസിറ്റീവ് ആയിട്ടുള്ള വളരെ വളരെ പേഴ്സണൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക്, ഇമോഷണലായ ഇഷ്യൂസിലേക്ക് ജനങ്ങളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള കാര്യത്തിൽ അവർ നല്ല വിജയം ഉണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടത്തിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തില്ല, വയനാടിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തില്ല. നിരവധി തവണ LDFും കാൻഡിഡേറ്റും അതിന് ശ്രമം നടത്തിയപ്പോഴൊക്കെ തന്നെ പൊളിറ്റിക്സ് പറയാനില്ല എന്ന് ഓപ്പണായി പറഞ്ഞുകൊണ്ട് സെൻസിറ്റീവായ കാര്യങ്ങളിൽ വൈകാരിക തലത്തിലേക്ക് വോട്ടർമാരെ രൂപപ്പെടുത്താനുള്ള ശ്രമം വളരെ ആസൂത്രമായി നടന്നു. അതവർ വിജയിച്ചു. അതിന്റെ വിജയം അവർക്കുണ്ടായിട്ടുണ്ട്. ആ പൊളിറ്റിക്കൽ ഇഷ്യൂ ഡൈവേർട്ട് ചെയ്ത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളെ ഒരു വൈകാരിക തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ ആണ് ഈ വിജയം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ മൊത്തത്തിൽ കുറഞ്ഞ വോട്ടുകൾ നോക്കുമ്പോൾ ഏറെക്കുറെ 70,000-ഓളം വോട്ടുകളുടെ കുറവാണ് LDF ഉണ്ടായിട്ടുള്ളത്. BJPക്ക് 30,000 കുറഞ്ഞു, കോൺഗ്രസിന് ഒരു 25,000 വോട്ട് കുറഞ്ഞു. പക്ഷെ ഇത്ര ഏറ്റവും അധികം വോട്ട് കുറഞ്ഞു പോയിരിക്കുന്നത് LDFനാണ്. അത് LDFും LDFിലെ പാർട്ടികളും അത് എന്താണെന്നുള്ള പരിശോധിക്കുന്നത്. എന്താണ് കുറയാൻ കാരണം? വോട്ടിംഗ് പെർസെൻറ്റേജ് അവിടെ കുറഞ്ഞിട്ടുണ്ട്. ആ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതിൽ LDFിന്റെ വോട്ടിൽ പോൾ ചെയ്യുന്നതിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പൊളിറ്റിക്കലായി സംഘടനാപരമായി LDFും LDFിലെ ബന്ധപ്പെട്ട പാർട്ടികളൊക്കെ തന്നെ അത് ഗൗരവമായി പരിശോധിക്കും. നേരത്തെ 2014 താങ്കൾ മത്സരിക്കുമ്പോഴായിരുന്നു LDFിന്റെ ഈ വയനാട് മണ്ഡലത്തെ ഏറ്റവും മികച്ച ഒരു പ്രകടനം. ഇക്കുറി ആ രീതിയിലുള്ള ഒരു പ്രചരണം, ഭേദപ്പെട്ട ഒരു പ്രചരണ പ്രവർത്തനം താഴെത്തട്ടി നടന്നു. LDFിന്റെ ക്യാമ്പയിൻ നന്നായി പോയിട്ടുണ്ട്. LDFിന്റെ സംഘടനാ മിഷനറി അടിസ്ഥാനത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് ആണ് ഈ വൈകാരിക ഇഷ്യൂസ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് വളരെ സെൻസിറ്റീവ് ആയിട്ടായിരുന്നു. എന്നുവെച്ചാൽ പ്രിയങ്ക ഗാന്ധിയുടെ ഫാമിലിയുടെ ഒരു ത്യാഗങ്ങൾ, രാജീവ് ഗാന്ധിയുടെ, ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വം, ഇത്തരം വിഷയങ്ങളിലേക്കാണ് അവിടെ ഫോക്കസ് ചെയ്യപ്പെട്ടത്. ആ വൈകാരിക തലത്തിൽ പ്രിയങ്ക ഗാന്ധി എന്ന ആ ഒരു പ്രത്യേക തരത്തിൽ ഉള്ള ഒരു ഇമേജ് ജനങ്ങളുടെ മനസ്സിൽ ശക്തിപ്പെട്ടു. അങ്ങനെയാണ് ആ മാറ്റം വന്നിട്ടുള്ളത്. അത് പരിശോധിക്കേണ്ടതാണ്. അതൊരു LDFിന്റെ വോട്ട് പോൾ ചെയ്തിട്ടുണ്ടോ, വേണ്ടത്ര ബൂത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് LDF ഘടക പാർട്ടികളും പരിശോധിക്കേണ്ടതാണത്. പക്ഷെ അതിന് മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്, അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ വൈകാരിക തലത്തിൽ ജനങ്ങളുടെ മനസ്സിനകത്ത് സ്വാധീനം ചെലുത്തുകയാണ്. ഇതിൽ നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അതായത് ഏറെക്കുറെ 2,11,000 വോട്ടാണ് സത്യമുഖർക്ക് കിട്ടിയിരിക്കുന്നത്. BJPക്ക് ഏതാണ്ട് 1,10,000 വോട്ട് അവർക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം LDFിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വോട്ട് വിഹിതമായിട്ട് നോക്കുമ്പോൾ മറ്റു കക്ഷികളെ സംബന്ധിച്ച് ആകെ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ പരിക്ക് ഏറ്റവും കൂടുതൽ പറ്റിയത്, നിങ്ങൾക്ക് വോട്ടുണ്ടെന്ന് വരെ പറഞ്ഞിരിക്കുന്ന LDFിന്റെ വോട്ട് അത്ര LDFിന് കിട്ടിയെന്ന് ആത്മവിശ്വാസമായിട്ട് പ്രകടിപ്പിച്ചു. അപ്പൊ ഇപ്പോഴത്തെ ഈ ഫലം നിങ്ങളെ സംബന്ധിച്ച് ഒരു അമ്പരപ്പിക്കുന്ന ഒരു കണക്കാണ്? അമ്പരപ്പിക്കുന്നതായിട്ട് തോന്നുന്നില്ല. LDFിന് കിട്ടേണ്ട വോട്ട്, പോൾ ചെയ്യേണ്ട വോട്ട് എത്രത്തോളം പോൾ ചെയ്യാതിരുന്നിട്ട് എന്ന കാര്യം LDF പാർട്ടികൾ ഗൗരവമായി പരിശോധിക്കും. അതാണ് അതിനെക്കുറിച്ച് പറയാൻ. ഈ പ്രിയങ്കയ്ക്ക് അവർ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് അവകാശപ്പെടുന്ന ഭൂരിപക്ഷത്തിലേക്ക് അവർ പോകില്ല എന്ന് കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞിരുന്നു. ഇത്ര വലിയൊരു ഭൂരിപക്ഷത്തോടെ പ്രിയങ്ക ജയിക്കുമെന്ന് താങ്കൾ ഞാൻ ജനങ്ങളെ ഇങ്ങനെ വൈകാരികമായി ഡൈവേർട്ട് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മളത് പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വയനാടിന്റെ ഡെവലപ്മെന്റ് ഇഷ്യൂവിലും കോൺഗ്രസ് എടുത്തിട്ടുള്ള, UDF എടുത്തിട്ടുള്ള സമീപനങ്ങളിൽ അതിശക്തമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതിനെ അവരെ മനസ്സിലാക്കിക്കൊണ്ടാണ്, അപകടകരമായ സാഹചര്യത്തിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ AICCയുടെ എൻ്റയർ ലീഡർഷിപ്പ്, അതിന് എല്ലാവരും പ്രവർത്തക സമിതിയിലുള്ള പ്രധാനപ്പെട്ട എല്ലാവരും ക്യാമ്പ് ചെയ്ത് അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന നിലക്ക് അവർ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് പൊളിറ്റിക്സ് വേണ്ട, ഡെവലപ്മെന്റ് ഇഷ്യൂ വേണ്ട, അതിന് മറികടക്കാനുള്ള, ജനങ്ങളെ മയക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ഇമോഷണലായിട്ട് നെഹ്റു ഫാമിലിയുടെ ട്രഡീഷനും പാരമ്പര്യങ്ങളും അവരുടെ ത്യാഗങ്ങളും, രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും രക്തസാക്ഷിത്വമൊക്കെ തന്നെ ആണ് അവർ വീടുകളെത്തിച്ചത്. അതിനകത്ത് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ഒരു ഇമേജ്, ആ ഇമേജ് ഒരു ഫോക്കസ് ചെയ്ത് എടുത്തുകൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിൽ വല്ലാതെ സ്വാധീനം ചെയ്തിട്ടുണ്ട്.
അതിനെ മറികടന്നുകൊണ്ട് പൊളിറ്റിക്കലായ ഇഷ്യൂസ് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഡെവലപ്മെന്റ് ഇഷ്യൂസും അങ്ങനെ അതിനെ മറികടക്കാൻ കഴിഞ്ഞില്ല. അതിനെ മറികടന്നു, അതിനെ അവർ വിജയിച്ചു. CPM പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. CPM സജീവമായിരുന്നു. LDF സജീവമായിരുന്നു. CPM ആത്മാർത്ഥത്തിൽ തന്നെ പ്രചരണത്തിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. CPM സജീവമായിരുന്നു. LDF സജീവമായിരുന്നു. LDF സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരു വലിയ ഭൂരിപക്ഷം നേടാൻ സാധിച്ചു എന്നുള്ളത് അത് LDF സംബന്ധിച്ചൊരു വലിയ ക്ഷീണമില്ല. ഞാനത് കണ്ട് പറഞ്ഞല്ലോ, ഈ വയനാടിൽ 4 ലക്ഷത്തിലധികം വോട്ടിനൊരിക്കല് രാഹുൽ ഗാന്ധി വിജയിച്ചാണല്ലോ. എനിക്ക് 19,000 താഴെ വോട്ടിന് ഞാൻ പരാജയപ്പെട്ട ഒരു ഘട്ടത്തില് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പില് 4 ലക്ഷത്തിലധികം വോട്ടുകൾ UDF അവിടെ ജയിച്ചിട്ടുള്ളതാണ്. പുതിയ കാര്യമില്ലല്ലോ. അവർ നേരത്തെ 4 ലക്ഷത്തിലധികം വോട്ട് ജയിച്ചിട്ടുള്ളതാണ്. ആ കാറ്റഗറിയിൽ തന്നെ അവർ കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. കഴിഞ്ഞില്ല. ഞങ്ങൾ പരിശോധിക്കുന്നത് സാധാരണ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് LDF-ന് നേട്ടം ഒരു നെഗറ്റീവ് നേരത്തെ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. LDF-ന് കിട്ടേണ്ട വോട്ട് കിട്ടിയിട്ടുണ്ടോ, അത് കുറഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ LDF എന്ന നിലയ്ക്ക് ചർച്ച ചെയ്യും. LDF-ലെ പാർട്ടികൾ ഗൗരവമായി അതിനെപ്പറ്റി പരിശോധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ 2 ഘടകകക്ഷിയാണല്ലോ അവിടെ മത്സരിച്ചത്. അത് ബാധിച്ചു നിങ്ങളെ? ഇന്ത്യ മുന്നണി എന്തിനാണ്? അത് പ്രിയങ്ക ഗാന്ധി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേദിയിലേക്ക് കടന്നു വന്നു. അവര് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചിന്റെ ഭാഗമായിട്ടാണ് കടന്നു വന്ന വിഷയത്തിൽ. അത് തന്നെ അതിനകത്ത് തന്നെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളാണ് CPI, CPM-ഉം കോൺഗ്രസും അടങ്ങിയിട്ട് പാർട്ടികൾ. അപ്പൊ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ഈ പാർട്ടികൾ എന്തിനാ ഇന്ത്യ മുന്നണി രൂപീകരിച്ചെന്തിനാ? ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള കമ്മ്യൂണൽ ഫോഴ്സസ്, ഫാസിസ്റ്റ് ഫോഴ്സസിന്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരായി സെക്യുലർ ഡെമോക്രാറ്റിക് ഫോഴ്സസ് ഒരു പുറക്കീഴ് അണിനിരക്കുക എന്നുള്ളതാണ്. ആർക്കെതിരായിട്ടാണ്? ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടാണ്. അവിടെ വടക്കേ ഇന്ത്യയിലാണ് അത് ഫൈറ്റ് ചെയ്യേണ്ടത്. UP-യില്, അതുപോലെ തന്നെ രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങൾ, കോൺഗ്രസിന്റെ ബേസായ സ്ഥലങ്ങളെല്ലാം കൈവശപ്പെടുത്തിയിരിക്കുന്നത് അവരാണ്. അത് തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ലെഫ്റ്റ് മൈൻഡുള്ള ഡെമോക്രാറ്റ്, ഇവിടുത്തെ ജനത തന്നെ 99% അല്ലെങ്കിൽ മോർ ദാൻ 90% ആളുകൾ സെക്യുലർ മൈൻഡുള്ള ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. ഒരു സീറ്റ് പോലും BJP കേരളത്തിൽ അസംബ്ലിയിലില്ല. അത്ര സ്ഥലത്ത് എന്തിനാ ഇവിടെ വന്ന് മത്സരിക്കുന്നതിനാണ്? ആ ക്വസ്റ്റ്യൻ അവർ മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ റേസ് ചെയ്യണത് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ഇങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടാക്കുന്ന എന്തിനാണ് എന്ന് അവരോട് ചോദിച്ചു. ഞാൻ കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് തന്നെ വന്ന് ഞങ്ങൾ സംസാരിക്കാൻ ഇടവന്ന സമയത്തും ചോദിച്ചു. അവർ അതിന് സൈലന്റായി വലിക്കുകയായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു പൊളിറ്റിക്സിന് യോജിച്ചതായിരുന്നില്ല ആ മത്സരം. അത് പൊളിറ്റിക്കലായിട്ട് ചർച്ച ചെയ്യുന്നതാണത്. അവരുടെ സ്ട്രാറ്റജി എന്തായിരുന്നു? CPI അല്ലെങ്കിൽ ലെഫ്റ്റുമായിട്ടുള്ള ഒരു മത്സരത്തിൽ മത്സരിക്കേണ്ടി വന്നത് ഞങ്ങൾ ഫ്രണ്ട്ലി കണ്ടസ്റ്റ് നടത്തുകയാണ് എന്നൊരു പൊളിറ്റിക്കൽ ആർഗ്യുമെന്റിന് വേണ്ടിയാണ് അവരവിടെ വന്നത്. അത് ഒരു ആർഗ്യുമെന്റ്. ഞങ്ങൾ ഒരു ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് ചർച്ചകൾ നടക്കുമ്പോൾ അവർക്ക് ഈ ഇഷ്യൂ അഡ്രസ് ചെയ്യാം. ഞങ്ങൾ ഒരു ഫ്രണ്ട്ലി കണ്ടസ്റ്റാണ് നടത്തിയത്. അങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ എന്നൊരു ആർഗ്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സാഹചര്യം ഒരുക്കിയത്. അത് ഞങ്ങൾക്ക് മനസ്സിലായതാണ്. ഈ വോട്ടെണ്ണി തുടങ്ങി ഞാൻ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്നലെ കഴിഞ്ഞതിന് ശേഷം രാത്രി വന്ദേ ഭാരതിന് വന്ന് കോഴിക്കോട് 9:30 മണിക്ക് ഉള്ള വന്ദേ ഭാരത, അത് 10 മണിയായി എത്തി. രാത്രി തന്നെ കൽപ്പറ്റ പോയി ക്യാമ്പ് ചെയ്ത് അതിന്റെ കാര്യം ഞാൻ മെയിൻ പറഞ്ഞത് ഇമോഷണലായി ജനങ്ങളെ ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള കാര്യത്തിൽ അവർക്ക് വിജയിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി 2 വട്ടം വിജയിച്ച മണ്ഡലമാണിത്. രാഹുലിന് കിട്ടിയേക്കാൾ മൊത്തത്തിൽ വോട്ട് വിഹിതം നോക്കുമ്പോൾ രാഹുലിനേക്കാൾ കൂടിയ രീതിയിൽ ആകെ പോൾ ചെയ്യപ്പെട്ടതിൽ കൂടിയ പെർസെന്റേജ് പ്രിയങ്കയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇത് അത്രയും ഈ ഒരു വൈകാരികമായിട്ടുള്ള തീർച്ചയായിട്ടും അത് തന്നെ വൈകാരിക ഇന്ന് അതായത് പ്രിയങ്ക ഗാന്ധി എന്ന ഒരു വൈകാരിക മനസ്സ് സൃഷ്ടിച്ചു. വളരെ കാലമായിട്ടുള്ള ക്യാമ്പയിനാണത്. ഞാൻ ചോദിച്ചേ, പ്രിയങ്ക ഗാന്ധിയുടെ ഫോട്ടോ വെച്ചുള്ള കിറ്റ് വരെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് വിതരണം ചെയ്തു. പാവങ്ങളുടെ കിറ്റ് വരെ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ രൂപത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ചരിത്രങ്ങളും കാര്യങ്ങളും അതിനോട് രാജീവ് ഗാന്ധിയെ ഓർമ്മപ്പെടുത്തുന്നു, ഇന്ദിരാഗാന്ധിയെ ഓർമ്മപ്പെടുത്തുന്നു, അവരുടെ ട്രഡീഷൻ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ഒരു ക്യാമ്പയിൻ പുട്ടപ്പ് ചെയ്തു, പൊളിറ്റിക്കൽ ഇഷ്യൂയെ ഡൈവേർട്ട് ചെയ്തവർ.